നമ്മൾ മലയാളികൾക്ക് ചോറിന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണല്ലോ പുളിശ്ശേരി. വളരെ എളുപ്പത്തിലും വളരെ രുചികരവുമായിട്ട് പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ലിഷ. വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം, ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാവരും ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. പുളിശ്ശേരി ഉണ്ടാക്കുന്നതിനായി ആദ്യം അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് അളവ് കപ്പിന് 3/4 കപ്പ് ചിരകിയ തേങ്ങയാണ്. 4 മീഡിയം സൈസ് ചുവന്നുള്ളി, 2 ചെറിയ വെളുത്തുള്ളി, 5-6 കറിവേപ്പില, 2 പച്ചമുളക്. പച്ചമുളക് എടുക്കുമ്പോൾ എരിവ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ ഉപ്പ്, 1/4 കപ്പ് വെള്ളം. ഇവയെല്ലാം കൂടി നല്ല ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കണം. ഇത് അരച്ചെടുക്കുന്നതിനായി മിക്സിയുടെ ചെറിയ ജാറാണ് എടുക്കേണ്ടത്. ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി സാധനങ്ങളും കൂടി ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. അരയ്ക്കുമ്പോൾ ആദ്യം ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ചേർത്തരയ്ക്കാം. ആദ്യം മുഴുവൻ വെള്ളവും ചേർത്താൽ അരപ്പ് നന്നായി അരഞ്ഞു കിട്ടില്ല. നന്നായി ഒന്ന് അരഞ്ഞതിന് ശേഷം ബാക്കിയുള്ളവയും ചേർത്ത് കൊടുക്കാം. അരകല്ലുണ്ടെങ്കിൽ അതിൽ അരച്ചെടുത്താലും മതി കേട്ടോ. ഇനി പുളിശ്ശേരി ഉണ്ടാക്കാം. അതിന് ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അരപ്പ് നല്ലതുപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. മൺചട്ടിക്ക് പകരം അടി കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്താലും മതി കേട്ടോ. എന്നാൽ നാടൻ കറികൾ മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ല രുചിയിൽ കിട്ടുന്നത്. 1/2 കപ്പ് വെള്ളത്തിൽ ജാറിലെ അരപ്പ് മൊത്തം കഴുകി ഒഴിക്കാം. ഇനി തീ ഓണാക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ അരപ്പ് തിളപ്പിച്ചെടുക്കണം. അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായി വെന്ത് കിട്ടണം. ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. മൺചട്ടി ആയതുകൊണ്ട് തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇപ്പോൾ അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ തൈര് മിക്സിയിൽ അടിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മീഡിയം പുളിയുള്ള തൈരാണ്. തൈര് അടിച്ചെടുക്കുമ്പോൾ നെയ്യ് ഉണ്ടെങ്കിൽ അതെടുത്ത് കളയണം. ഇനി ഇത് കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ട് ചൂടാക്കിയെടുക്കണം. ഇപ്പോഴും ഞാൻ തീ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുകയാണ്. ഉപ്പിൻ്റെ അളവ് മോരിൻ്റെ പുളിക്കനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. ഇതുപോലുള്ള നാടൻ കറികളുടെ പല റെസിപ്പികൾ ഞാൻ ഈ ചാനലിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർഡിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അതും കൂടി ഒന്ന് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. നന്നായി ചൂടായി ആവി വന്ന് തിളയ്ക്കുന്നതിന് തൊട്ട് മുൻപേ തീ ഓഫ് ചെയ്യണം. നിങ്ങൾ മൺചട്ടിയിലാണ് പുളിശ്ശേരി ഉണ്ടാക്കുന്നതെങ്കിൽ തീ ഓഫ് ചെയ്തതിന് ശേഷം 2 മിനിറ്റും കൂടി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം ചട്ടിയിൽ കൂടുതൽ നേരം ചൂട് നിൽക്കും. ചൂട് കാരണം പുളിശ്ശേരി പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കാം. അതിന് ഒരു ചീനച്ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കിയെടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ഇനി 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കണം. അടുത്തത് ഇതിലേക്ക് മീഡിയം സൈസുള്ള 5 ചുവന്നുള്ളി അരിഞ്ഞതും, 1 വലിയ വെളുത്തുള്ളി അരിഞ്ഞതും, 1 ടീസ്പൂൺ അരിഞ്ഞ ഇഞ്ചിയും, 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ തീയിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റത്തേക്ക് മൂടി വയ്ക്കാം. 5 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഒരു പ്രാവശ്യമെങ്കിലും ഈ രീതിക്കൊന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പമല്ലേ? ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്